ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻ ജന്മങ്ങളിലെ എന്ത് കാര്യമാണ് നിങ്ങളെ ഈ ജന്മത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് ഒരു പൈൽ റീഡിംഗ് ആണ്. കുറച്ച് ലെങ്തി ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഷോർട്സിൽ എത്രത്തോളം അത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ഗ്രൂപ്പുകാർ, അവർക്കുള്ള കാർഡ്സ് സെലക്ട് ചെയ്യാം. ആദ്യത്തെ ഗ്രൂപ്പുകാരുടെ ലൈഫിൽ മുൻ ജന്മത്തിലെ ഏത് കാര്യമാണ് ഇപ്പോൾ സ്വാധീനിക്കുന്നത്? ആദ്യത്തെ ഗ്രൂപ്പുകാർക്കുള്ള കാർഡ് ഇതാണ്. ആദ്യത്തെ ഗ്രൂപ്പുകാർക്കുള്ള കാർഡ്സ്. രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്കുള്ള കാർഡ്സ് സെലക്ട് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്കുള്ള കാർഡ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നാമത്തെ ഗ്രൂപ്പുകാർക്കുള്ളത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്കുള്ള കാർഡാണ്. ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പുകാർക്കുള്ള റീഡിംഗ് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഈ കാർഡ്സ്, രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്കുള്ള കാർഡ്സ് ഇവിടെ മാറ്റിവെക്കാം. ഓക്കെ, ആദ്യത്തെ ഗ്രൂപ്പുകാരുടെ കാർഡ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. 6 ഓഫ് സോർഡ്സ്, ദ വേൾഡ്, പിന്നെ 6 ഓഫ് കപ്സ്. നിങ്ങൾ ഒരു പക്ഷേ ഒരു 400, 1600 കാലഘട്ടത്തിൽ, അതായത് 5th സെഞ്ച്വറി മുതൽ 17th സെഞ്ച്വറി അതിനുള്ളിൽ ആയിട്ടായിരിക്കും നിങ്ങളുടെ മുൻജന്മം ഉണ്ടായിട്ടുണ്ടാവുക. ഇതിൽ മിക്ക ആൾക്കാരും ഒരു സ്ത്രീ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് മുൻജന്മങ്ങളിൽ നിങ്ങൾ ഒരു സ്ത്രീ ആയിരുന്നിട്ടുണ്ടായിരിക്കാൻ ഉള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പക്ഷേ വൈകാരികമായ ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം മുൻജന്മങ്ങളിൽ. അതിൻ്റെ ആ ഒരു അന്നുണ്ടായിരുന്ന ആ ഒരു മനോവിഷമത്തിൻ്റെ ഭാരം ചുമന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ജന്മത്തിലും വന്നിട്ടുണ്ടായിരിക്കുക. അതിൻ്റെതായ ചില സ്വാധീനങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫിലും ധാരാളമായിട്ട് ഉണ്ടാകും. ചിലപ്പോൾ ഈ ഒരു ജന്മത്തിലും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ നേരിടേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ വന്നിട്ടുള്ളത് ആ ഒരു ആ ഒരു ഭാരം ചുമന്നുകൊണ്ടാണെന്ന് പറഞ്ഞുല്ലോ. വൈകാരിക ഒറ്റപ്പെടലിൻ്റെ ഭാരം ചുമന്നുകൊണ്ടാണെന്ന് പറഞ്ഞുല്ലോ. അതോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ ഒരു കാർമിക് സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു കർമ്മ, അതായത് പൂർത്തിയാകാത്ത ഒരുപാട് കർമ്മകൾ തീർക്കാൻ വേണ്ടിയിട്ടുമാണ് നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ വന്നിട്ടുണ്ടായിരിക്കുക. ഒരു പൂർണ്ണത നേടാൻ വേണ്ടിയിട്ട്. മിക്കവാറും ഇത് നിങ്ങളുടെ ഒരു അവസാനത്തെ ഒരു ജന്മമായിരിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കുമല്ല, എന്നാലും കുറച്ച് പേർക്കെങ്കിലും അവരുടെ ഒരു ലാസ്റ്റ് ജന്മമായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇപ്പോൾ ഈ ഒരു ജന്മത്തിൽ എത്തി നിൽക്കുകയാണ്. നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കാം. അതിപ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകളായിരിക്കാം,
അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് എങ്ങനെ പെരുമാറണം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ആയിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ചില വ്യക്തികളെ കാണുമ്പോൾ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ മുൻജന്മത്തിലെ ആൾക്കാരാണ് എന്ന് തിരിച്ചറിയുക. ഇത് എല്ലാവർക്കും റെസണേറ്റ് ആകില്ല കേട്ടോ, ഞാൻ വീണ്ടും പറയുന്നു. ചിലർക്ക് മാത്രം ഇത് നല്ല പോലെ റെസണേറ്റ് ആകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇതാണ് ആദ്യത്തെ ഗ്രൂപ്പുകാർക്കുള്ള മെസ്സേജ്, അല്ലെങ്കിൽ അവരുടെ മുൻജന്മങ്ങളിലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം ഇതൊക്കെയാണ്. അപ്പം നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്കുള്ള കാർഡ് എടുക്കാം. ഓക്കെ, രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്കുള്ള കാർഡ് നമുക്ക് നോക്കാം. ദി എംപറർ, കിങ് ഓഫ് പെന്റക്കിൾസ്, ദ ഫൂൾ. മിക്കവാറും ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവർ മുൻജന്മങ്ങളിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു മെയിൽ എനർജി ആയിട്ട് ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യത വളരെ അധികമാണ്. അതുപോലെ ചിലരെങ്കിലും ഒരു ചക്രവർത്തി ആയിരുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു അധികാര സ്ഥാനം അലങ്കരിച്ചിരുന്നവരോ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റ് ഉണ്ടായിരുന്നുണ്ടായിരിക്കും, ഒരു രക്ഷിതാവ് ഉണ്ടായിരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റ് ആയിരിക്കാം ഈ ഒരു ജന്മത്തിൽ. ഇവിടെയും ഒരുപാട് സ്ട്രഗിൾസ് കാണുന്നുണ്ട്. സ്ട്രഗിൾസ് ധാരാളമായിട്ട് ഇവിടെയും കാണുന്നുണ്ട്. പക്ഷേ മിക്ക ആൾക്കാരും മുൻജന്മങ്ങളിൽ, ഈ ജന്മങ്ങളിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടായിരിക്കും, എങ്കിൽ കൂടി മുൻജന്മങ്ങളിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്തിരുന്ന ആളുകളായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു അടക്കും ചിട്ടയും കാര്യങ്ങളൊക്കെയുള്ള ഒരു വ്യക്തിയായിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മളുടെ ചോദ്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ജന്മത്തിലെ എന്ത് കാര്യമാണ് നിങ്ങളെ ഈ ഒരു ജന്മത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയോ യാത്രകൾ നിങ്ങളുടെ മുൻജന്മങ്ങളിൽ പൂർത്തിയാകാൻ പറ്റാത്ത ഒരുപാട് യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. അതുപോലെ ഈ ജന്മത്തിലും മുൻജന്മത്തിലെ അതുപോലെ തന്നെ ചില തെറ്റുകൾ നിങ്ങൾക്ക് ഈ ജന്മത്തിലും പറ്റുന്നുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വളരെ ഇന്നസെന്റ് ആയിരിക്കും, അതായത് നിങ്ങൾ വളരെ പാവങ്ങളാണ്, അതായത് വിശ്വസ്തരാണ്. മറ്റുള്ളവർ പറയുന്നത് എന്തും അങ്ങോട്ട് കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായിരിക്കാം നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ. നിങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു സോൾ ഭയങ്കര ഇന്നസെന്റ് ആണ്. ഒരു യാത്രകൾ തന്നെയാണ് നിങ്ങളെ ഇവിടെ ഈ ഒരു ജന്മത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ ആ ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരാവാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. കുറച്ച് ലെങ്തി ആയി പോയി. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കിട്ടി എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ താങ്ക് യു ഡിയേഴ്സ്.